ഇൻപുട്ട് ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൈനോക്കുലർ കോറാണ് ഈ കാണുന്നത്. ബൈനോക്കുലർ എന്ന് പറഞ്ഞാൽ 2 ദ്വാരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് വളരെ നന്നായിരിക്കും. അതിനാണ് ബൈനോക്കുലർ കോർ ഉപയോഗിക്കുന്നത്. BN 43202 BN ബൈനോക്കുലർ എന്നുള്ളതിൻ്റെ 43 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയലാണ്. ആ മിക്സ് 43 ആണെന്നർത്ഥം. അത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ആപ്ലിക്കേഷനും അതേ മിക്സ് ഉപയോഗിക്കാറുണ്ട്. ഇതതിന് സഹായത്തിന് വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് സോൾഡറിങ്ങിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ ക്രോക്കഡൈൽ ക്ലിപ്പുണ്ട്. അതിൽ കോമ്പണൻസൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റും, പിടിച്ച് നമ്മുടെ കൈ കൊള്ളാതിരിക്കാൻ. പിന്നെ ഒരു ലെൻസ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി, കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് 25 SWG കോപ്പർ വയറാണ്. പക്ഷേ ഇതിൻ്റെ കോട്ടിങ് സാധാരണ ഇനാമലല്ല, ഇത് സബ്മേഴ്സിബിൾ മോട്ടറിൽ ഉപയോഗിക്കുന്ന വയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ള കോട്ടിങ്ങാണ്, സ്ലിപ്പറി കോട്ടിങ്ങാണ്. വൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. ഈ ബോർഡിന് മുകളിൽ മെഷർ ചെയ്യാൻ എളുപ്പമാണ്. കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ മെഷർമെൻ്റ് ഉണ്ട്. ഒരു 25 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. അതുപോലെ തന്നെ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ പീസും വേണം, അതേ വയർ തന്നെ. അതും ഈ ബോർഡിൻ്റെ മുകളിൽ വെച്ച് തന്നെ മെഷർ ചെയ്യും. 25 സെൻറ്റിമീറ്ററിൻ്റെ വയർ എടുത്തിട്ടാണ് പ്രൈമറി വൈൻഡിങ് ചെയ്യുന്നത്. അത് ഓരോ ഹോളിൽ കൂടെ കടത്തിയിട്ട് മറ്റേ ഹോളിലേക്ക് കൂടെയും കൂടെ കടത്തുക. അപ്പോൾ ആ ഒരു U ആയി കഴിഞ്ഞാൽ ഒരു ടേൺ ആയി എന്നാണ് കണക്ക്. ബൈനോക്കുലർ കോർ വൈൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു U ഒരു ടേണായിട്ടാണ് കണക്ക് കൂട്ടുക. 3 ടേൺസാണ് നമുക്ക് വൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വീണ്ടും തിരിച്ച് ഇതിനുള്ളിൽ കൂടെ തന്നെ ഒന്നുകൂടെ കയറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേണിൻ്റെ തുടക്കമായി. അത് പിണഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഡാമേജ് ആവാനും പാടില്ല. ഇൻസുലേഷൻ ഡാമേജ് ആയാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ 1.5 ആയി എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇനി തിരിച്ച് അത് അങ്ങോട്ട് തന്നെ എടുത്ത് ഇപ്പുറത്തെത്തി കഴിയുമ്പോൾ 2 ടേണായി. അപ്പോൾ 2 U പോലെ വന്നില്ലേ, അപ്പോൾ 2 ടേണായി ബൈനോക്കുലറിൻ്റെ. അത് ടൈറ്റാക്കി വയ്ക്കുകയാണ്. പക്ഷേ ടൈറ്റാക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇൻസുലേഷൻ പോയിക്കൂടാകില്ല. പക്ഷേ ഈ സബ്മേഴ്സിബിളിൻ്റെ ഇൻസുലേഷൻ അത്ര വേഗം പോവില്ല. അത് കളയാൻ തന്നെ കുറച്ച് പാടുണ്ട്, പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അത് 3ാമത്തെ ടേണിൻ്റെ പകുതിയായി. ഓരോ പ്രാവശ്യവും അത് ടൈറ്റായിട്ട് വയ്ക്കും, എന്നാലും കുറച്ച് ലൂസായി വരും. സ്ലിപ്പറിയാണ് ഈ തരം വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അപ്പോൾ ഇത് 3 ടേൺ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരെണ്ണത്തിന് കുറച്ച് നീളം കൂടുതലുണ്ട്, അത് കട്ട് ചെയ്ത് കളയും. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒറ്റ ടേൺ മതി. ഇതിപ്പോൾ ഹൈ പെർമിബിലിറ്റി ഉള്ള കോറാണ്. 850 ഒക്കെയാണ് അതിൻ്റെ പെർമിബിലിറ്റി. അതിനാണ് വളരെ കുറച്ച് ടേൺസേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ സെറ്റ് വൈൻഡ് ചെയ്യുമ്പോൾ ലേശം കൂടെ ബുദ്ധിമുട്ടുണ്ട്, അതിനുള്ളിൽ സ്ഥലം കുറവാണ്. അപ്പോൾ അതിങ്ങനെ വൈൻഡ് ചെയ്ത് കഷ്ടിച്ച് ഒപ്പിച്ചൊപ്പിച്ച് എടുക്കുകയാണ്, അതിൻ്റെ ലെങ്ത്തൊക്കെ ശ്രദ്ധിച്ചിട്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ പ്രൈമറി ഏതാ സെക്കൻഡറി ഏതാണെന്ന് തിരിച്ചറിയാനൊരു ബുദ്ധിമുട്ട് വരും. ഇതിനിപ്പോൾ സെക്കൻഡറി ഒരു ടേൺ ആയതുകൊണ്ട് എളുപ്പമാണ്. ഒന്ന് പിന്നോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അറിയാം സെക്കൻഡറി ഏതാണ്. അതിൻ്റെ ഇൻസുലേഷൻ കളയാൻ ഞാൻ കുറച്ച് പണി വിട്ടുപോയി. ആദ്യം കുറേ നോക്കി, പറ്റിയില്ല. അവസാനം VU2 EVക്കിന് വിളിച്ചു. അപ്പോൾ പറഞ്ഞു ലൈറ്റർ വെച്ചൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പതുക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ആവിയായിട്ട് വരുന്ന ആവി ശ്വസിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നല്ല വെൻറ്റിലേഷനുള്ള റൂമായിരിക്കണം. പിന്നെ ഒരു മാസ്കൊക്കെ ഇട്ടിട്ട് ചെയ്യുക, അപ്പോൾ പിന്നെ നമുക്ക് വലിയ കേടുണ്ടാവില്ല. ഈ കണ്ടിന്യൂറ്റി നോക്കണം. അപ്പോൾ ഒരു സൈഡ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി മൾട്ടിമീറ്റർ കണക്ട് ചെയ്തു. ആ സൈഡ് കണ്ടിന്യൂറ്റി ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി മറ്റേ സൈഡ് എടുക്കുക. മറ്റേ സൈഡ് എടുത്തിട്ട് അതിൻ്റെയും കണ്ടിന്യൂറ്റി പഴയ പോലെ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ അതും കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഇനി ചെക്ക് ചെയ്യേണ്ട ക്രോസ് ആയിട്ടാണ്, അതായത് ഷോർട്ട് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ വൈൻഡ് ചെയ്യണ കൂട്ടത്തിൽ അതിൻ്റെ ഇൻസുലേഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷോർട്ട് വരും. ഷോർട്ടിൻ്റെ പിന്നെ ആ ട്രാൻസ്ഫോമർ കൊണ്ട് ഉപയോഗമില്ലല്ലോ. അപ്പോൾ അതിന് ക്രോസായിട്ട് ബാക്കിയുള്ള ടെർമിനൽസ് തിരിച്ചും മറിച്ചും കൊടുത്തിട്ട്, അതായത് ഒരു കോയിലിൻ്റെ അല്ലാത്ത ടെർമിനൽസ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ പാടില്ല. ഈ ലോ പാസ് ഫിൽറ്ററിനുള്ള കോയിൽ നോക്കാം. 15 ടേണാണ്, 20 SWG സാധാരണ ഇനാമൽഡ് കോപ്പർ വയറാണ്. ഒരു മാർക്കർ പെൻ്റെ ക്യാപ്പ് എടുത്തിട്ട് അതിന് മുകളിലാണ് 11 മില്ലിമീറ്റർ ഏകദേശം വേണ്ടത്. ഇത് 12 ഉണ്ട്. അതിൻ്റെ നീളം അളന്ന് നോക്കി വൈൻഡ് ചെയ്തിട്ടുള്ളത് ഒരു 17 മില്ലിമീറ്ററോളം വന്നിട്ടുണ്ട് ഞാൻ വൈൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ ഡിസൈനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആ ക്യാപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പെൻ്റെ മുകളിൽ ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ വൈൻഡ് ചെയ്യാനാണ്. വൈൻഡ് ചെയ്തിട്ട് കോയിൽ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു സബ്മേഴ്സിബിൾ മോട്ടറിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് എന്നൊക്കെ എഴുതിയിരിക്കണേ, അത് കിട്ടിയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ സെല്ലോഫൈൻ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഊരാൻ പറ്റുമോ നോക്കുകയാണ്. പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഊരാൻ പറ്റി, അതവിടെ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഒരു കുഴപ്പമുള്ളൂ, സെല്ലോഫൈൻ ടേപ്പ് എത്ര കാലം ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതൊരു പ്രോട്ടോടൈപ്പാണ്.
ലോ പാസ് ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ ഹാർമോണിക്സ് വരുമ്പോൾ അത് ഫിൽറ്റർ ചെയ്ത് കളയാനാണ്. അതായത് ഇപ്പോൾ നമ്മൾ 7 മെഗാഹെർട്സിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ അതിൽ ചിലപ്പോൾ കുറച്ച് 14 മെഗാഹെർട്സും 21 മെഗാഹെർട്സൊക്കെ സിഗ്നൽ ലോവർ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാവും. അത് ആൻറ്റനയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ 7 മെഗാഹെർട്സ് മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ.